ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, നിനക്ക് സുഖാണോടി? അതറിഞ്ഞിട്ട് എന്ത് വേണം? നിന്റെ ഭർത്താവിന് കുറച്ച് സുഖം കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ച് വല്ലതും നീ അറിയുന്നുണ്ടോ? അല്ല, നീ അവിടെ പെറ്റെടുക്കല്ലേ? ഭർത്താവ് എന്ത് കാണിച്ചാലും നീ അറിയ പോലും ഇല്ല. മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അത് നല്ലതുപോലെ അവനറിയാം. അതുകൊണ്ടാ നീ അറിയാതെ ഇതെല്ലാം ചെയ്തു കൂട്ടാൻ അവന് ധൈര്യം വരുന്നത്. ദേ, എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്നിട്ട് എവിടെ നിന്റെ സ്നേഹനിധിയായ ഈ ഭർത്താവ്? ഇപ്പോ നിന്റെ കൂടെ ഉണ്ടോ? അതെ, നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ശരി, സമ്മതിച്ചു. നിന്റെ ഭർത്താവ് എവിടെയാണെന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല. പക്ഷേ അത് നീ അറിയണ്ടേ? എന്റെ ഭർത്താവ് എവിടെ പോകുന്നു, എപ്പോ വരുന്നു എന്നൊക്കെ അന്വേഷിക്കാനേ ഞാൻ ഇവിടെ ഉണ്ട്. അതൊന്നും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല. ഇന്നലെ രാത്രി നിന്റെ ഈ പറയുന്ന ഭർത്താവ് എവിടെയായിരുന്നെന്ന് നിനക്കറിയോ? ഹൈ, എന്താ മിണ്ടാത്തത്? നീ ഒന്ന് ഞെട്ടി, അതെനിക്ക് മനസ്സിലായി. എന്നാലേ നീ കേട്ടോ, നിന്റെ ഭർത്താവ് ഇന്നലെ രാത്രി മുഴുവൻ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ അവളുടെ വീട്ടിലായിരുന്നു എന്നാ ഞാൻ കേട്ടത്. കൊള്ളാം. ഇതിലും വലിയ നുണേ ഈ നൂറ്റാണ്ടിൽ കേൾക്കാൻ പറ്റില്ല. ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് അവനോട് ചോദിക്ക്. അല്ല, ഇന്നലെ രാത്രി എപ്പോഴെങ്കിലും നീ അവനെ വിളിച്ചായിരുന്നോ? സച്ചേട്ടൻ എവിടെ പോയതാ സന്ദീപ്? പുറത്തേക്ക് പോയിരിക്കാം. ആരെയോ അത്യാവശ്യം കാണാനുണ്ടെന്നാ പറഞ്ഞു. അല്ല, എവിടെ പോവാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചതാ. ഇപ്പൊ വരാന്ന് പറഞ്ഞ് തിരക്കിട്ട് ഇറങ്ങിപ്പോയി. ഒന്നും പറഞ്ഞില്ല. എടി, നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. ഭർത്താവിന്റെ അവിഹിതം നാട് മുഴുവൻ അറിഞ്ഞാലും സ്വന്തം ഭാര്യ അറിയില്ല. ഭർത്താവ് കൈവിട്ടു പോയി കഴിയുമ്പോഴായിരിക്കും എല്ലാ ഭാര്യമാരും അത് അറിയുന്നത്. പിന്നെ കേട്ടത് സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? എന്റെ സച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ കള്ളത്തരം പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? സ്വന്തം ഭർത്താവിനെ 7 വർഷം പൂട്ടിയിട്ട് പീഡിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ കറങ്ങി നടന്ന നിങ്ങളാ എന്റെ ഭർത്താവിന്റെ സദാചാരത്തെ കുറിച്ച് സംസാരിക്കുന്നത്. എന്റെ സച്ചേട്ടൻ എന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. എന്റെ ഭർത്താവിന് അവിഹിതം ഉണ്ടെങ്കിലേ ഞാനതങ്ങ് സഹിച്ചു. മേലിൽ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. വെച്ചിട്ട് പോയേ.